വെളിപ്പാട് പുസ്തകം അധ്യായം 3. സർദീസിലെ സഭയ്ക്ക്. സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക: ദൈവത്തിൻ്റെ 7 ആത്മാക്കളും 7 നക്ഷത്രങ്ങളും ഉള്ളവൻ അരുളിച്ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രവൃത്തികൾ അറിയുന്നു. ജീവിച്ചിരിക്കുന്നവനെന്ന് പേര് നിനക്കുണ്ടെങ്കിലും നീ മരിച്ചവനാണ്. ഉണരുക, ചാവാറായ നിലയിൽ ശേഷിച്ചവയെ ശക്തിപ്പെടുത്തുക. നിന്റെ പ്രവൃത്തി ദൈവത്തിൻ്റെ മുന്നിൽ തികവുള്ളതായി ഞാൻ കണ്ടില്ല. അതിനാൽ നീ പ്രാപിച്ചതും കേട്ടതും എന്തെന്ന് ഓർത്തുകൊള്ളുക, അത് അനുസരിക്കുക. മാനസാന്തരപ്പെടുക. നീ ഉണർന്നില്ല എങ്കിൽ ഞാൻ കള്ളനെപ്പോലെ വരും. ഞാൻ ഏതു സമയത്ത് നിന്റെ അടുക്കൽ വരുമെന്ന് നീ അറിയുന്നതുമില്ല. എങ്കിലും അങ്കി മലിനമാക്കാത്ത ഏതാനും പേർ സർദീസിൽ നിനക്കുണ്ട്. അവർ യോഗ്യരാകിയാൽ വെള്ളവസ്ത്രം ധരിച്ച് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ അപ്രകാരം വെള്ളവസ്ത്രം ധരിക്കും. ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവൻ്റെ പേര് ഞാൻ മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെയും അവിടുത്തെ ദൂതന്മാരുടെയും മുമ്പാകെ അവൻ്റെ നാമം ഏറ്റുപറയും. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഫിലദൽഫിയ സഭയ്ക്ക്. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക: വിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോലുള്ളവനും ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവനും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുന്നവനുമായവൻ അരുളിച്ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ആർക്കും അടച്ചുകൂടാത്ത ഒരു തുറന്ന വാതിലിതാ ഞാൻ നിന്റെ മുന്നിൽ വച്ചിരിക്കുന്നു. നിനക്ക് ശക്തി അല്പമേ ഉള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചതുമില്ല. തങ്ങൾ യഹൂദരല്ലാതിരിക്കെ യഹൂദരാണെന്ന് വ്യാജം പറയുന്ന സാത്താൻ്റെ ആരാധകരെ ഞാൻ വരുത്തും. അവർ നിന്റെ കാൽക്കൽ വീണ് നിന്നെ നമസ്കരിക്കാനും ഞാൻ നിന്നെ സ്നേഹിച്ചുവെന്ന് ഗ്രഹിക്കാനും ഇടയാകും. സഹിഷ്ണുതയെ സംബന്ധിച്ച് എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ സകല ഭൂവാസികളെയും ശോധന ചെയ്യുന്ന പരീക്ഷാ സമയത്ത് ഞാൻ നിന്നെ കാത്തുകൊള്ളും. ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിക്കത്തക്കവണ്ണം നിനക്കുള്ളത് മുറുകെ പിടിച്ചുകൊള്ളുക. ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു തൂണാക്കും. അവൻ ഒരു നാളും അവിടം വിട്ടു പോകുകയുമില്ല. ഞാൻ അവൻ്റെ മേൽ എൻ്റെ ദൈവത്തിൻ്റെ നാമവും എൻ്റെ ദൈവത്തിൻ്റെ അടുക്കൽ നിന്നും സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങി വരുന്ന പുതിയ യെരൂശലേം എന്ന ദൈവത്തിൻ്റെ നഗരത്തിൻ്റെ നാമവും എൻ്റെ പുതിയ നാമവും എഴുതും. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ലവോദിക്ക സഭയ്ക്ക്. ലവോദിക്ക സഭയുടെ ദൂതനെ എഴുതുക: വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയും ദൈവസൃഷ്ടിയുടെ മൂലവുമായ ആമേൻ എന്നവൻ അരുളിച്ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തികൾ അറിയുന്നു. നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. നീ ശീതോഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, കേവലം മന്ദോഷ്ണവനായിരിക്കയാൽ ഞാൻ നിന്നെ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും. ഞാൻ ധനവാൻ, സമ്പത്ത് നേടിയിരിക്കുന്നു, എനിക്ക് ഒന്നിനും കുറവില്ല എന്ന് നീ പറയുന്നു. നീ നികൃഷ്ടനും ദയനീയനും ദരിദ്രനും അന്ധനും നഗ്നനുമെന്ന് അറിയുന്നില്ല. നീ ധനികനാകുവാൻ അഗ്നിയിൽ ശുദ്ധി ചെയ്ത സ്വർണവും നിന്റെ നഗ്നതയുടെ ലജ്ജ മറയ്ക്കുവാൻ വെള്ളവസ്ത്രവും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ പൂശേണ്ടെന്ന ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നെ ഉപദേശിക്കുന്നു. ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ തീക്ഷ്ണതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്തു വന്ന് അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ജയിക്കുന്നവന് എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ ഞാൻ വരം നൽകും. ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ തന്നെ. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ.